ഹരിയോം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും ശീലായപ്പൻ്റെ പ്രണാമം. കഴിഞ്ഞ പാഠത്തിൽ ഞാൻ പറഞ്ഞു ഈ ലോകത്തിലുള്ള ഓരോ മനുഷ്യർ ഓരോ ദൈവങ്ങളാണ് എങ്കിൽ എല്ലാ ദൈവങ്ങളിലും അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഒന്ന് തന്നെയാണ്. എല്ലാ ജീവജാലങ്ങളെയും ചലിപ്പിക്കുന്ന സൃഷ്ടിച്ച ചരാചരത്തിന്റെ പിതാവായിരിക്കുന്നത് ഭഗവാൻ നാരായണ. ഭഗവാൻ മൂന്നായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. വിഷ്ണു എന്നും ബ്രഹ്മാവെന്നും മഹേശ്വരൻ. ഇത് മൂന്നിലും പ്രവർത്തിക്കുന്ന ഊർജ്ജം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇതിന്റെ മൂന്നിന്റെ ഗുണങ്ങൾ വ്യത്യസ്തമാണ്. ഈ മൂന്ന് തരം മനുഷ്യരെ അല്ലെങ്കിൽ മൂന്നര ദൈവങ്ങളെ ആസ്പദമാക്കണം ലോകത്ത് മൂന്നര മതങ്ങളുള്ളത്. ക്രിസ്തുമതം, ഹിന്ദുമതം, ഇസ്ലാം മതം. ക്രിസ്തുമതം എന്ന് പറയുന്നത് സൃഷ്ടാവായ വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. അവർ പിതാവിന്റെ രൂപത്തിൽ ആരാധിക്കുന്നു. രണ്ടാമത്തേത് ഹിന്ദുമതമാണ്. അവർ ബ്രഹ്മാവിനെ സൃഷ്ടാവായി കണ്ട് ആരാധിക്കുന്ന ബഹുദൈവാരാധനയാണ്. മൂന്നാമത്തേത് ഇസ്ലാം മതമാണ്. അവർ ശിവനെ അതായത് അള്ളാഹുവിനെ സൃഷ്ടാവായി കണ്ട് ആരാധിക്കുന്നു. ശിവൻ സംഹാരമൂർത്തിയാണ് നമുക്കറിയാം. ശിവലിംഗമാണ് ലോകം മുഴുവൻ ആരാധിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതത്തിലെ ലിംഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഞാൻ ഭഗവാൻ ശിവനെ കുറിച്ചാണ് കീർത്തനം ചെല്ലാൻ പോകുന്നത്. ശിവൻ ശിവകരൻ ശാന്ത ശിവാത്മാന ശിവോത്തമ ശിവമാർഗ പ്രണയതാരപ്പെടുന്നു. ശ്രീ സദാശിവം ശിവപഞ്ചാക്ഷരി മന്ത്രം. നാഗേന്ദ്രകാരായ ത്രിലോചനായ ഭസ്മാകാരായ മഹേശ്വരായ നിത്യദേവായ ദിഗംബരായ തസ്മൈ നകാരായ നമ ശിവായ മന്ദാകിനി സല്ലചന്ദന ചർച്ചിതായ നീശന പ്രമുഖനാഥ മഹേശ്വരായ മന്ദാര പുഷ്പഭൂഷ്പ സൂച തസ്മൈ മഹാരായ നമ ശിവായ ശിവായ ഗൗരി വചനാഥ സൂര്യാരക്ഷത നാശകായ ശ്രീ ഇലകണ്ഠായ വിശുദ്ധജായ തസ്മൈ ശിഖാരായ നമ ശിവായ പ്രസിഷ്ടവും പോൽപത ജ്യോതമാതി മുനീന്ദ്രജവാർച്ചിത ശേഖരാചന്ദ്രാചലോചനായ തസ്മൈ വകാരായ നമ ശിവാക്ഷസ്വരൂപായ ജടാധര വിനാകസ്തായ സനാതന നിത്യാദേവായ ദിഗംബരായ തസ്മൈ വകാരായ നമ ശിവായ. ഓം ലോകാ സമസ്ത